എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ദിവ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2026 ജൂലൈ 27 മുതൽ 2026 ആഗസ്റ്റ് 2 വരെയുള്ള കാലയളവിലെ പ്രധാനപ്പെട്ട ഗ്രഹസഞ്ചാരത്തെക്കുറിച്ചും അവ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ആഴ്ചയിലെ പ്രധാന ഗ്രഹനിലകൾ ശ്രദ്ധിച്ചാൽ കർക്കിടകം രാശിയിൽ തുടരുന്ന വ്യാഴവും മീനം രാശിയിലെ ശനിയും ഇടവം രാശിയിലെ ചൊവ്വയും ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓരോ രാശിക്കാർക്കും ഈ കാലയളവ് നൽകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമെന്ന് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. ഓരോ വ്യക്തിയുടെ ജനന സമയത്തിനും ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ഈ പറയുന്ന പൊതുഫലങ്ങളിൽ വ്യത്യാസം വന്നേക്കാം. കൂടുതൽ വ്യക്തതയ്ക്കും ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിനും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷപരമായ ഇത്തരം വിശേഷങ്ങളും വാരഫലങ്ങളും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ആഴ്ചയുടെ തുടക്കം മുതൽ പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. പുതിയ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുമെങ്കിലും അനാവശ്യമായ ടെൻഷനുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ജോലിയിൽ പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സൂക്ഷിക്കുക. ഔദ്യോഗിക യാത്രകൾ ഗുണം ചെയ്യും. കഠിനാധ്വാനത്തിന് തക്കതായ അംഗീകാരം ലഭിക്കും. ലക്ഷ്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയും. ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തങ്ങൾ വരാൻ സാധ്യത കാണുന്നു. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നും ലാഭമുണ്ടാകും. പുതിയ ശാഖകൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സാമ്പത്തിക നില ഭദ്രമായിരിക്കും. മുൻകാലങ്ങളിൽ നൽകിയ കടങ്ങൾ തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുമ്പോൾ സൂക്ഷിക്കുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ബന്ധുക്കളുമായി ഒത്തുകൂടാൻ അവസരമുണ്ടാകും. മക്കളുടെ വിജയം കുടുംബത്തിന് അഭിമാനമാകും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സ്നേഹം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം വരിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാനിടവരും. സാങ്കേതിക രംഗത്ത് പഠിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിരിക്കുമെങ്കിലും ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കാണുന്നു. ഭക്ഷണ കാര്യത്തിൽ മിതമായ രീതി പിന്തുടരുക. ഔദ്യോഗിക രംഗത്ത് വിജയം സന്തോഷം തരും. ബിസിനസ് പങ്കാളികളുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കുക. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണുള്ളത്. അപ്രതീക്ഷിത ചില തടസ്സങ്ങൾ വന്നു ചേരാമെങ്കിലും ആത്മവിശ്വാസത്തോടെ അവയെ നേരിടാൻ കഴിയും. ദൈവിക കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ജോലിസ്ഥലത്ത് അർപ്പണബോധത്തോടെ പ്രവർത്തിക്കും. എന്നാൽ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നിസ്സഹകരണം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഔദ്യോഗിക യാത്രകളിൽ അലച്ചൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ മാന്ദ്യം അനുഭവപ്പെടാനും കടം കൊടുക്കുന്നതും വാങ്ങുന്നതും പരമാവധി ഒഴിവാക്കുക. നിയമപരമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. സാമ്പത്തിക രംഗത്ത് അല്പം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ കടം വാങ്ങേണ്ടി വരും. സ്വർണം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പണമിടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കുക. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായി തുറന്നു സംസാരിച്ച് തെറ്റിദ്ധാരണകൾ മാറ്റുക. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസം നേരിടും. അലസത ഒഴിവാക്കി കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കൂടുതൽ സമയം പഠനത്തിനായി മാറ്റിവെക്കുക. കണ്ണ്, തലവേദന എന്നിവയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ വരാം. രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. മാനസിക പിരിമുറുക്കം അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു.
ആത്മവിശ്വാസം നിലനിർത്തുക. സാമ്പത്തിക കാര്യങ്ങളിലും വാക്കുകളിലും അതീവ ജാഗ്രത പാലിക്കുക. ദിവസവും ഗണപതിയെ ഭജിക്കുന്നതും വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ദോഷങ്ങൾ അകലാൻ ഉത്തമമാണ്. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കും. ആഗ്രഹിച്ച പല കാര്യങ്ങളിലും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് മികച്ച പുരോഗതി ദൃശ്യമാകും. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി ഏറ്റെടുത്ത് നടപ്പിലാക്കും. വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. സഹപ്രവർത്തകരുടെ പിന്തുണയോടെ വലിയ പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കും. ബിസിനസ് രംഗത്ത് വലിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നത് വഴി ബിസിനസ് വിപുലീകരിക്കാൻ കഴിയും. പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതായിരിക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരുമാനം ഉണ്ടാകും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ലാഭം ലഭിക്കും. പുതിയ വാഹനം അല്ലെങ്കിൽ വസ്തു വാങ്ങാൻ തീരുമാനിക്കും. സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസ്ഥ ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും കളിയാടും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. കുടുംബാംഗങ്ങളോടൊപ്പം യാത്രകൾ പോകാൻ സാധിക്കും. ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകും. അയൽക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെടും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കും. ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ളവർക്ക് പുതിയ ഗവേഷണങ്ങളിൽ വിജയം കാണാം. ആരോഗ്യം വളരെ മികച്ചതായിരിക്കുമെങ്കിലും അമിത ജോലിക്കിടയിൽ വിശ്രമം മറക്കരുത്. ഭക്ഷണക്രമത്തിൽ ജാഗ്രത പാലിക്കുക. എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുന്ന ആഴ്ചയായിരിക്കുമെങ്കിലും അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. ബുധനാഴ്ചകൾ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. പുണർദം അവസാനക്കാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച മനക്കരുത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അനാവശ്യമായ ചിന്തകളും ആശങ്കകളും മനസ്സിനെ അലട്ടാം. എങ്കിലും കഠിനാധ്വാനത്തിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. ജോലിയിൽ അല്പം അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. മേലധികാരികളുടെ വിമർശനങ്ങൾക്ക് പാത്രമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജോലികൾ സമയത്ത് തീർക്കാൻ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ കുറയാൻ സാധ്യതയുണ്ട്. പുതിയ തൊഴിൽ മാറ്റങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കാതിരിക്കുക. ബിസിനസ്സിൽ കടുത്ത മത്സരം നേരിടേണ്ടി വരും. പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് പെട്ടെന്ന് ലാഭം പ്രതീക്ഷിക്കരുത്. രേഖകൾ ഒപ്പിടുമ്പോൾ ശ്രദ്ധയോടെ വായിച്ചു നോക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ കർശന നിയന്ത്രണം ആവശ്യമാണ്. അനാവശ്യ ചിലവുകൾ കാരണം ബഡ്ജറ്റ് താളം തെറ്റാം. കടം വാങ്ങേണ്ട സാഹചര്യങ്ങൾ ഉടലെടുക്കാം. കുടുംബത്തിൽ ചെറിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ മിതമായി ഉപയോഗിക്കുക. വീട്ടുചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത പുലർത്തേണ്ടതുണ്ട്. മടിയും അശ്രദ്ധയും കാരണം മാർക്കുകൾ കുറയാൻ ഇട കാണുന്നു. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക. മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് അനുഭവപ്പെടാം. നെഞ്ചരിച്ചൽ അല്ലെങ്കിൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിടുക. പണമിടപാടുകളും ആരോഗ്യത്തിലും അതീവ ജാഗ്രത പാലിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തി പിൻവിളക്ക് അല്ലെങ്കിൽ കൂവളമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ധ്യാനം അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് മനസ്സിന് ശാന്തി നൽകാൻ ഉത്തമമാണ്. മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമായ ഒരാഴ്ചയാണിത്. സമൂഹത്തിൽ നിങ്ങളുടെ കീർത്തിയും ബഹുമാനവും വർദ്ധിക്കും. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ അവസരമുണ്ടാകും. തൊഴിൽ രംഗത്ത് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. പുതിയ പദവികളോ ചുമതലകളോ തേടിവരും. മേലധികാരികളുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി നടത്തുന്ന യാത്രകൾ വിജയകരമാകും. സഹപ്രവർത്തകർ നിങ്ങളുടെ നേതൃത്വ പാടവത്തെ പ്രശംസിക്കും. ബിസിനസ്സിൽ വലിയ വളർച്ച കൈവരിക്കാൻ കഴിയുന്ന വാരമാണിത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുയോജ്യമായ സമയം. വിദേശ വ്യാപാരത്തിൽ നിന്നും മികച്ച ലാഭം നേടാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അനുകൂലമായി തീരും. സാമ്പത്തിക നില വളരെ ശക്തമായിരിക്കും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ലാഭം വന്നു ചേരും. പുതിയ ആസ്തികൾ വാങ്ങാൻ സാധിക്കും. കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടാൻ കഴിയും. സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും.
ബന്ധുക്കളുമായുള്ള അകൽച്ച കുറഞ്ഞ് അടുപ്പം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതം മനോഹരമായി മുന്നോട്ടു പോകും. വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയും. പരീക്ഷകളിൽ ഉന്നത മാർക്ക് വാങ്ങി വിജയിക്കും. കലാകായിക രംഗങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യം വളരെ മികച്ചതായിരിക്കും. ശരീരത്തിൽ ഊർജ്ജസ്വലത അനുഭവപ്പെടുമെങ്കിലും ഭക്ഷണ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുക. എല്ലാ കാര്യങ്ങളിലും വിജയവും അംഗീകാരവും ലഭിക്കുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുക. ആദിത്യ ഹൃദയമന്ത്രമോ സൂര്യഗായത്രി മന്ത്രമോ ജപിക്കുന്നത് തൊഴിലിൽ ഉന്നതി നൽകാൻ സഹായിക്കും. ഉത്രം അവസാന മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്യക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണ് ലഭിക്കുന്നത്. കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ അധ്വാനം ആവശ്യമായി വന്നേക്കാം. എങ്കിലും കഠിനാധ്വാനത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കും. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരുടെ നിസ്സഹകരണം കാരണം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെങ്കിലും നിങ്ങളുടെ സമർത്ഥമായ ഇടപെടലുകൾ വഴി പ്രശ്നങ്ങൾ പരിഹരിക്കും. മേലധികാരികളുടെ പ്രീതി നഷ്ടപ്പെടാതെ നോക്കുക. ജോലികളിൽ കൃത്യനിഷ്ഠത പാലിക്കുക. ബിസിനസ്സിൽ ചെറിയ പ്രതിസന്ധികൾ വന്നേക്കാം. പുതിയ നിക്ഷേപങ്ങൾ ഈ ആഴ്ച മാറ്റിവെക്കുന്നതാണ് നല്ലത്. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുക. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. പുതിയ ലോണുകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് കാലതാമസം നേരിടാം. കുടുംബാംഗങ്ങളുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പഠനഭാരം വർദ്ധിച്ചതായി അനുഭവപ്പെടും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കഠിനമായി പ്രയത്നിക്കുക. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. വെള്ളം ധാരാളമായി കുടിക്കുക. മാനസിക വിശ്രമം അത്യാവശ്യമാണ്. പരിശ്രമങ്ങൾക്ക് വിജയം കാണും. സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യത്തിലും അതീവ ജാഗ്രത പാലിക്കുക. ദിവസവും ഗണപതിയെ ഭജിക്കുന്നതും ബുധനാഴ്ച തോറും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദോഷങ്ങൾ മാറി ഐശ്വര്യം വരാൻ ഉത്തമമാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. സാമൂഹിക രംഗത്ത് പേരും പെരുമയും വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് ഉന്നതി പ്രാപിക്കാൻ സാധിക്കും. പുതിയ തൊഴിലവസരങ്ങൾ തേടിവരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. മേലധികാരികളുടെ പ്രശംസ നേടാൻ കഴിയും. പ്രൊജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. ബിസിനസ്സിൽ വലിയ ലാഭം നേടാൻ കഴിയുന്ന വാരമാണിത്. പുതിയ ശാഖകൾ തുടങ്ങാൻ അനുയോജ്യമായ സമയമാണ്. ബിസിനസ് പങ്കാളിയുമായി നല്ല ധാരണ ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സാമ്പത്തിക രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷകരമായ അന്തരീക്ഷവും നിലനിൽക്കും. ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ടു പോകും. വീട്ടിൽ പുതിയ അതിഥികളുടെ വരവ് ഉണ്ടാകാം. ബന്ധുക്കളുമായി ഒത്തുകൂടാൻ അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കഠിനാധ്വാനത്തിനനുസരിച്ച് വിജയം നേടാൻ കഴിയും. പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കും. ആരോഗ്യം വളരെ മികച്ചതായിരിക്കും. ശരീരത്തിൽ ഉന്മേഷവും ഊർജവും നിലനിൽക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം സുനിശ്ചിതമാണെങ്കിലും അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. ലക്ഷ്മി ദേവിയെ ഭജിക്കുക. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. വിശാഖം അവസാനകാൽ, അനിഴം, തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ച ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കണമെന്നില്ല. എങ്കിലും ക്ഷമയോടെ പ്രവർത്തിച്ചാൽ വലിയ അത്യാഹിതങ്ങൾ ഒഴിവാക്കാം. ജോലിസ്ഥലത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. മേലധികാരികളുടെ അതൃപ്തിക്ക് പാത്രമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ ജോലി ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഔദ്യോഗിക യാത്രകളിൽ അലച്ചൽ അനുഭവപ്പെടും. ബിസിനസ്സിൽ ചെറിയ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വലിയ ഇടപാടുകൾ നടത്തുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക. പങ്കാളിത്ത ബിസിനസ്സിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക. സാമ്പത്തിക രംഗത്ത് അല്പം ഞെരുക്കം അനുഭവപ്പെടാം. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും പരമാവധി ഒഴിവാക്കുക. കുടുംബത്തിൽ ചെറിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം.
ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുക. പങ്കാളിയുമായി തുറന്നു സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിടും. അലസത ഒഴിവാക്കി കഠിനാധ്വാനം ചെയ്യുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കൂടുതൽ സമയം പഠനത്തിനായി മാറ്റിവെക്കുക. രക്തസമ്മർദ്ദം, തലവേദന എന്നിവയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉള്ളവർ കുറച്ച് ജാഗ്രത പാലിക്കുക. രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുക. പണമിടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയോ സുബ്രഹ്മണ്യ കവചം ജപിക്കുകയോ ചെയ്യുക. ശനിയാഴ്ച ദിവസം ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി കഴിപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മൂലം, പോരാടം, ഉത്രാടം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യും. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും. ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മേലധികാരികളുടെ അംഗീകാരം ലഭിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കും. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും. ഔദ്യോഗിക യാത്രകൾ ഗുണം ചെയ്യും. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും. പുതിയ ലാഭകരമായ പ്രൊജക്റ്റുകളിൽ പങ്കാളിയാകും. പുതിയ ശാഖകൾ തുടങ്ങാൻ അനുയോജ്യമായ സമയമാണ്. വലിയ ഇടപാടുകളിൽ വിജയം കാണും. സാമ്പത്തിക നില വളരെ ഭദ്രമായിരിക്കും. വിവിധ മാർഗങ്ങളിലൂടെ ധനവരുമാനമുണ്ടാകും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം ലഭിക്കും. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക. കുടുംബത്തിൽ സന്തോഷം കളിയാടും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം നേടാൻ കഴിയും. പുതിയ കോഴ്സുകൾ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശനം ലഭിക്കും. ആരോഗ്യം വളരെ മികച്ചതായിരിക്കും. ശരീരത്തിൽ ഉന്മേഷവും ഊർജവും നിറഞ്ഞു നിൽക്കും. അമിത ആത്മവിശ്വാസം ഒഴിവാക്കി പ്രയത്നിക്കുക. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും പാൽപ്പായസം വഴിപാടായി നടത്തുന്നതും ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം അവസാന പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണുള്ളത്. കഠിനാധ്വാനത്തിന് തക്കതായ ഫലം ലഭിക്കാൻ അല്പം വൈകിയേക്കും. എങ്കിലും മനസ്സ് തളരാതെ മുന്നോട്ട് പോവുക. ജോലിയിൽ അല്പം ഭാരവും സമ്മർദ്ദവും വർദ്ധിക്കാം. മേലധികാരികളുടെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. ജോലികൾ സമയബന്ധിതമായി തീർക്കാൻ കൂടുതൽ അധ്വാനം ആവശ്യമാണ്. സഹപ്രവർത്തകരുമായി യോജിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഔദ്യോഗിക യാത്രകളിൽ അലച്ചിലുണ്ടാകും. ബിസിനസ്സിൽ മാന്ദ്യം അനുഭവപ്പെടാം. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുക. രേഖകൾ സൂക്ഷിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. സാമ്പത്തിക രംഗത്ത് ചില പ്രതിസന്ധികൾ വന്നേക്കാം. അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടിലാകും. പണമിടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കുക. പുതിയ ലോണുകൾക്ക് അപേക്ഷിക്കുമ്പോൾ കാലതാമസം നേരിടാം. കുടുംബത്തിൽ ചെറിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പങ്കാളിയുമായി തുറന്നു സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മടിയും അശ്രദ്ധയും കാരണം മാർക്കുകൾ കുറയാൻ കാരണമാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കൂടുതൽ അധ്വാനം ചെയ്യുക. സന്ധിവേദന, കാൽമുട്ടുവേദന എന്നിവയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുക. വിശ്രമത്തിന് സമയം കണ്ടെത്തുക. ഭക്ഷണകാര്യത്തിൽ മിതമായ രീതി പിന്തുടരുക. പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിടുക. സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യത്തിലും ജാഗ്രത പാലിക്കുക. ശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ അനുയോജ്യമായ സമയമാണ്. തൊഴിൽ രംഗത്ത് ഉന്നതി പ്രാപിക്കാൻ സാധിക്കും. പുതിയ തൊഴിലവസരങ്ങൾ തേടി വരും. മേലധികാരികളുടെ പ്രശംസ നേടാൻ കഴിയും. പ്രൊജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും. ബിസിനസ്സിൽ വലിയ ലാഭം നേടാൻ കഴിയുന്ന ആഴ്ചയാണിത്. പുതിയ ശാഖകൾ തുടങ്ങാൻ അനുയോജ്യമായ സമയമാണ്. ബിസിനസ് പങ്കാളിയുമായി നല്ല ധാരണയുണ്ടാകും. വിദേശ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുന്നവർ മികച്ച വിജയം ലഭിക്കും. സാമ്പത്തിക രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും.
കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ദാമ്പത്യ ജീവിതം മനോഹരമായി മുന്നോട്ടു പോകും. വീട്ടിൽ പുതിയ അതിഥികളുടെ വരവ് ഉണ്ടാകും. ബന്ധുക്കളുമായി ഒത്തുകൂടാൻ അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം നേടാൻ കഴിയും. ആരോഗ്യം വളരെ മികച്ചതായിരിക്കും. ശരീരത്തിൽ ഉന്മേഷവും ഊർജവും നിറഞ്ഞു നിൽക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം സുനിശ്ചിതമാണെങ്കിലും അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടായി നടത്തുകയും ചെയ്യുന്നതും ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും ഉത്തമമാണ്. പൂരുരുട്ടാതി അവസാനക്കാൽ ഉത്രട്ടാതി രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണുള്ളത്. മാനസികമായ സന്തോഷവും ചെറിയ തോതിലുള്ള ഉത്കണ്ഠയും മാറി മാറി വന്നേക്കാം. ദൈവിക കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ജോലികൾ സമയത്ത് തീർക്കാൻ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ കുറയാൻ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ കടുത്ത മത്സരം നേരിടേണ്ടി വരും. കടങ്ങൾ തിരികെ കിട്ടാൻ വൈകുന്നത് ബിസിനസ്സിനെ ബാധിക്കാം. ബിസിനസ് പങ്കാളികളുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ കർശന നിയന്ത്രണം ആവശ്യമാണ്. അനാവശ്യ ചെലവുകൾ കാരണം ബഡ്ജറ്റ് താളം തെറ്റാം. കടം വാങ്ങേണ്ട സാഹചര്യങ്ങൾ ഉടലെടുക്കാം. കടം കൊടുക്കുന്നത് ഈ ആഴ്ച ഒഴിവാക്കുക. കുടുംബത്തിൽ ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ മിതമായി ഉപയോഗിക്കുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത പുലർത്തേണ്ടതുണ്ട്. മടിയും അശ്രദ്ധയും കാരണം മാർക്കുകൾ കുറയാനിടയുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക. മാനസിക അസ്വസ്ഥത വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് അനുഭവപ്പെടാം. നെഞ്ചരിച്ചൽ അല്ലെങ്കിൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിടുക. പണമിടപാടുകളിലും ആരോഗ്യത്തിലും അതീവ ജാഗ്രത പാലിക്കുക. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഇന്നത്തെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വലിയൊരു നന്ദി. ജഗദീശ്വരൻ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.